ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭൂഗുരുത്വാകർഷണം എന്ന അധ്യായത്തിലെ ഭൂഗുരുത്വ ത്വരണത്തെപ്പറ്റിയാണ്. അതും അതിൻ്റെ ചില പരീക്ഷണങ്ങളെക്കുറിച്ചും. പാഠം 4 ഭൂഗുരുത്വാകർഷണം. നമ്മളുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പല ബലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. നമ്മൾ കളിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒരു വസ്തു താഴെ വീഴുമ്പോഴും ബലം അനുഭവപ്പെടുന്നതാണ്. ഈ ബലത്തെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിലെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വസ്തുക്കളെ അതിൻ്റെ മധ്യഭാഗത്തേക്ക് ആകർഷിക്കുന്നത് കൊണ്ടാണ് വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നത്. ഭൂമിയുടെ ഈ ആകർഷണം മൂലം വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണത്തെയാണ് ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഭൂഗുരുത്വാകർഷണ ത്വരണത്തെപ്പറ്റി പഠിക്കാം. അതിനായി ഒരു വസ്തുവിനെ നമുക്ക് കണക്കാക്കാം. വസ്തുവിൻ്റെ മാസ് ചെറിയ m ആയും ഭൂമിയുടെ മാസ് വലിയ m ആയും കണക്കാക്കാം. ഇവ തമ്മിലുള്ള ദൂരം d ആയി എടുക്കാം. ഇനി നമ്മുടെ ഭൂമിയെ ഒരു ഗോളമായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം വലിയ r ആയി നമുക്ക് കരുതാം. അപ്പോൾ എന്താണ്? ഭൂമിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന വസ്തുവിന് ഒരു ബലം അനുഭവപ്പെടില്ലേ? ആ ബലം കാരണം ഭൂമി ആ വസ്തുവിനെ അതിൻ്റെ മധ്യത്തേക്ക് ആകർഷിക്കുന്നു. ആ വസ്തുവിന് അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ സമവാക്യം F=mg ആണെന്ന് കണക്കാക്കാം. ഈ സന്ദർഭത്തിൽ നമ്മൾ സാർവിക നിയമം ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം ഉണ്ടായിരിക്കും. ആ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്, അല്ലേ? എന്നാൽ വസ്തുവും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലത്തിൻ്റെ സമവാക്യം നമ്മൾ എഴുതാൻ പോവുകയാണ്. അത് F=GM d വർഗമാണ്. ഈ രണ്ട് സമവാക്യം തുല്യമാണല്ലോ. എന്നാൽ ഇവയിൽ നിന്ന് നമുക്ക് ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ സമവാക്യം കണ്ടുപിടിക്കാം. mg=GM r². അതിൽ നിന്നും എന്ത് കിട്ടും? g=GM r². ഇനി നമുക്ക് ഭൂഗുരുത്വ ത്വരണവും ഭൂമിയുടെ ആരവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആരത്തിനനുസരിച്ച് വരുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാം. ഭൂമിയെ ഒരു ഗോളമായി സങ്കല്പിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ ഭൂമിയുടെ ആരം വളരെ കുറവായിരിക്കും. എന്നാൽ മധ്യഭാഗത്തോ ആരം വളരെ കൂടുതലായിരിക്കും. ആയതിനാൽ ഭൂഗുരുത്വ ത്വരണം ധ്രുവപ്രദേശങ്ങളിൽ കൂടുതലായിരിക്കുകയും മധ്യഭാഗത്ത് കുറവായും കാണപ്പെടുന്നു. നമുക്കറിയാലോ, ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ സമവാക്യം g=GM r² എന്നാണല്ലോ. ഈ സമവാക്യത്തിലേക്ക് അവയുടെ മൂല്യം നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്രകാരം മൂല്യം നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ ഭൂമിയുടെ വ്യാസവും ഭൂമിയുടെ ആരവും ഭൂമിയുടെ ഭൂഗുരുത്വ സ്ഥിരാങ്കവും നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ ഭൂഗുരുത്വാകർഷണ മൂല്യം നമ്മൾക്ക് കിട്ടും. എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ മൂല്യം എന്ന് പറയുന്നത് 9.8 m/s² എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂഗുരുത്വാകർഷണ ബലം എങ്ങനെയാണ് വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നത് എന്നാണ്. ആദ്യമായി ഇതിനെപ്പറ്റി വിശദാംശങ്ങൾ നൽകിയത് ഗലീലിയോ ഗലീലി ആയിരുന്നു. എന്നാൽ ഗലീലിയോയുടെ നിഗമനങ്ങളെ പരീക്ഷണമായി നടത്തിയത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഈ പരീക്ഷണത്തിൻ്റെ പേര് തൂവൽ നാണയ പരീക്ഷണം എന്നാണ്. ഇതേ പരീക്ഷണം തന്നെ നമുക്ക് ഒരു തൂവലിലും ബോളിലും നടത്താം. ഇതിനായി തൂവലിനെയും ബോളിനെയും തുല്യ സ്ഥാനത്ത് വെച്ച് താഴേക്ക് പതിപ്പിക്കുന്നു. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം പതിക്കുന്നത് ബോളല്ലേ. പതിയെ മാത്രമേ എന്തു പതിക്കുന്നുള്ളൂ? തൂവൽ പതിക്കുന്നുള്ളൂ. എന്താണ് ഇതിന് കാരണം? ബോളിന് കൂടുതലായിട്ട് ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുകയും വളരെ ചെറിയ ഭൂഗുരുത്വ ത്വരണം മാത്രമേ തൂവലിന് അനുഭവപ്പെടുന്നുള്ളൂ. നമുക്ക് ഇതേ പരീക്ഷണം തന്നെ ഒന്നുകൂടി ചെയ്തു നോക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബോളും തൂവലും ഒരേ സമയം താഴേക്ക് പതിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ രണ്ടാം ഘട്ട പരീക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വായുവിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
വായു കൊടുക്കുന്ന പ്രതിരോധം ഈ സന്ദർഭത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബോളും തൂവലും ഒരേ സമയം താഴേക്ക് പതിക്കാൻ കാരണം. നമ്മൾ രണ്ട് വസ്തുക്കളെ താഴേക്ക് പതിപ്പിക്കുമ്പോൾ വസ്തുവിൻ്റെ ഭൂഗുരുത്വ ത്വരണത്തെ ആശ്രയിക്കുന്ന ഒരു ഘടകം വായുവിൻ്റെ പ്രതിരോധമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതിനാൽ വായുവിൻ്റെ പ്രതിരോധം കൂടുതലായി അനുഭവപ്പെടുന്ന വസ്തുവിന് വളരെ പതിയെ മാത്രമേ താഴേക്ക് പതിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഭൂമിയുടെ പിണ്ഡത്തെയും ഭൂമിയുടെ ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു, വസ്തുവിൻ്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങൾ ഭൂഗുരുത്വ ത്വരണത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട ചില ഘടകങ്ങൾ. ഇനി നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭൗതിക അറിവുകളെക്കുറിച്ച് ചിന്തിച്ചാലോ? മാസും ഭാരവും തുല്യമാണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ നിഗമനം? മാസും ഭാരവും ഒന്നാണോ? ഒരിക്കലുമല്ല. മാസും ഭാരവും രണ്ട് വ്യത്യസ്ത ഭൗതിക അളവുകളാണ്. നമുക്ക് ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിൻ്റെ മാസിനെ അളക്കാം. ഇതേ വസ്തുവിനെ ചന്ദ്രനിലുള്ള മാസും അളക്കാം. രണ്ടും തുല്യമായിരിക്കുമോ? അതെ, രണ്ട് മാസും തുല്യമായിരിക്കും. എന്താണ് മാസ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനി നമുക്ക് ഭാരത്തെക്കുറിച്ച് നോക്കാം. എന്താണ് ഭാരം? ഭാരം എന്നാൽ ഭൂഗുരുത്വാകർഷണത്തോടു കൂടിയ ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് F മാസ് ഇൻറ്റു ത്വരണമല്ലേ? ഇവിടെ ത്വരണവും ഭൂഗുരുത്വ ത്വരണവും സമമാണെങ്കിൽ F മാസ് ഇൻറ്റു ഭൂഗുരുത്വ ത്വരണം എന്ന് കിട്ടും. ഈ ബലത്തെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഭാരത്തിൻ്റെ സമവാക്യം W മാസ് ഇൻറ്റു ത്വരണം എന്ന് നമുക്ക് കിട്ടും. എല്ലായിടത്തും ഭാരം ഒരുപോലെയാണോ? സ്ഥലത്തിനനുസരിച്ച് ഭാരത്തിന് വ്യത്യാസമുണ്ടാകുമോ? നമുക്ക് നോക്കാം. ഭൂമിയിലുള്ള ഒരു വസ്തുവിൻ്റെ ഭാരവും ചന്ദ്രനിൽ ഇതേ വസ്തുവിൻ്റെ ഭാരവും നോക്കൂ. ഇവ തമ്മിൽ വ്യത്യാസമില്ലേ? എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ ഭാരം ആശ്രയിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെയാണ്. ഭൂമിയിൽ നിൽക്കുമ്പോഴും ചന്ദ്രനിൽ നിൽക്കുമ്പോഴുമുള്ള ത്വരണത്തിൻ്റെ വ്യത്യാസമാണ് ഇതിന് കാരണം. നമുക്കറിയാം ഭൂമിയിലുള്ള ത്വരണം എത്രയാണ്? 9.8 m/s². ഇതേ ത്വരണമായിരിക്കില്ലേ ചന്ദ്രനിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്? ഇനി നമുക്ക് സമവാക്യങ്ങൾ കണ്ടുപിടിക്കാം. ചന്ദ്രനിലും ഭൂമിയിലും വ്യത്യസ്ത ഭാരം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് മനസ്സിലാക്കാം. g G ഹരണം r വർഗം എന്നാണല്ലോ ത്വരണത്തിൻ്റെ സമവാക്യം. ഇതുപയോഗിച്ച് ഭൂമിയിൽ ഉണ്ടാകുന്ന ഭാരത്തെയും ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഭാരത്തെയും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ചിത്രത്തിൽ പ്രദർശിപ്പിക്കുന്നത് പോലെ ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും ചന്ദ്രൻ്റെ മാസും ചന്ദ്രൻ്റെ ആരവും ഇതുപയോഗിച്ച് നമുക്ക് ഭാരം കണക്കാക്കാമല്ലോ. ഇങ്ങനെ ഭാരം കണക്കാക്കുമ്പോൾ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടും. ഈ സമവാക്യങ്ങളെ നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സമവാക്യങ്ങളെ തമ്മിൽ ഹരിക്കുമ്പോൾ ചന്ദ്രനിലെ ഭാരം ഹരണം ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് 1/6 ആണ്. അതായത് ഒരു വസ്തുവിൻ്റെ ചന്ദ്രനിലുള്ള ഭാരം എന്ന് പറയുന്നത് 1/6 ഇൻറ്റു ഭൂമിയിലുള്ള അതിൻ്റെ ഭാരമാണ്. ഇനി നമുക്ക് ഭൂമിയുടെ ആകൃതി അനുസരിച്ച് ഭാരത്തിന് വ്യത്യാസമുണ്ടോ എന്ന് നോക്കാം. നമുക്കറിയാം ഭൂമിക്ക് ഗോളാകൃതിയാണ്. നമുക്ക് വസ്തുവിൻ്റെ ധ്രുവപ്രദേശത്തും മധ്യഭാഗത്തും വെച്ച് ഭാരം കണക്കാക്കാം. ധ്രുവപ്രദേശത്ത് വസ്തുവിൻ്റെ ഭാരം കൂടുതലും മധ്യഭാഗത്ത് ഭാരം കുറവുമായിരിക്കും. എന്താണ് ഇതിന് കാരണം? നമുക്ക് നോക്കാം. മധ്യഭാഗത്ത് ആരം കൂടുതലായതിനാൽ ഭൂഗുരുത്വ ത്വരണം കുറവായിരിക്കും. ഇതിൻ്റെ ഫലമായി വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭാരം കുറവായിരിക്കും. അതുപോലെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് ആരം കുറവായതിനാൽ അവിടെ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വ ത്വരണം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഫലമായി വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭാരം കൂടുതലായിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ച ഭൂഗുരുത്വ ത്വരണത്തെപ്പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.